ഹായ് ഹലോ നമസ്തേ ഗഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താണ്? നമ്മുടെ മരണമാസ് ബേസിൽ ജോസഫിന്റെ പുതിയ സിനിമ മരണമാസ്, അതിന്റെ ഒരു ക്ലിപ്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഇന്ന് നോക്കാം. എന്തിനാണ് സംഭവം നമ്മൾ നോക്കാം. ടോവിനോ തോമസ് പ്രൊഡക്ഷൻസ്. ഇതില് നമ്മള് മറ്റേ ഈ ന്യൂസിന്റെ മറ്റേ നമ്മള് ദുൽഖറിന്റെ മറ്റേ സംസാര അതിലെ സെയിം ഇവനൊരു ന്യൂസ് വാങ്ങിച്ചത് തന്നെ. ഓ, ഇത് ഹാഷ്മിയാണ് കാണിച്ചേക്കണം തോന്നുന്നു. ഹാഷ്മിയാണ് ഇതുപോലത്തെ ഡയലോഗ് ആണ് മറ്റേ റിപ്പോർട്ടർ ചാനലുള്ള ഹാഷ്മി റിപ്പോർട്ടർ കളിയാക്കി ഇങ്ങനെ. അതേ കോട്ടും അതേ താടിയൊക്കെയാണ്. മറ്റേ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട കേരളം സീരിയൽ കില്ലർ ഇപ്പോഴത്തെ അവസ്ഥ ഇത് എങ്ങനെ പ്രഡിക്ട് ചെയ്യണമെന്നുണ്ടോ ഈ സിനിമക്കാര്? പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു ശല്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ സ്റ്റാഫ് റൂം എത്തിച്ചിട്ടുണ്ട്. 2 ആഴ്ച കളഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ട്. അത് ഇത് ബേസിലിന്റെ ഡ്രസ് പഴം പ്രസാദ് ടോവിനോ തോമസ് പ്രൊഡക്ഷൻ ആണ് ഇത്. ഇത് കണ്ട വള്ളിക്കുന്ന് ലോക്കൽ ചാനൽ. വള്ളിക്കുന്ന് ലോക്കൽ ചാനൽ പറഞ്ഞ ന്യൂസാണ്. കട്ടൻ വിത്ത് കുട്ടൻ പ്രോഗ്രാമിന്റെ നമ്മള് ഓണത്തിനൊക്കെ ഇങ്ങനെ വരുമല്ലോ, ലാലോത്സവം മറ്റേത് പറഞ്ഞ കട്ടൻ വിത്ത് ലാലോണം നല്ലോണം. അതെ, ബേസിന്റെ ഡ്രസ്സ് കണ്ടോ നീ? കൈ മറ്റേ പ്രിന്റ് അടിച്ച കണക്ക്. ഞാനൊരു മാന്യനാണ്. ഇത് നീ അടിയിലത്തെ ഇത് കണ്ട മരണമാസ് 2025 വിഷുവിന് തിയേറ്ററുകളിലേക്ക്. വിഷുവിനാണല്ലോ ഇറങ്ങാൻ. ഇപ്പോഴത്തെ അതേ കാര്യം ആരും പറയണ സ്റ്റൈലുണ്ട്. സ്റ്റാഫ് റൂം മതി. സിറ്റുവേഷന് മാച്ച് അവർ ഇതിനു മുമ്പ് ഇത് എങ്ങനെ അറിയുന്ന നമ്മളിപ്പൊ കണ്ടേട ഒരു പ്രിൻസിപ്പളിന്റെ അടുത്ത് പയ്യെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും നാള് കുറെ ബുദ്ധിജീവികളെല്ലാം പറഞ്ഞത് എന്തായിരുന്നു, സിനിമേനെ സ്വാധീനിച്ചാണ് സമൂഹം പോണത്. ഇതിപ്പോ സമൂഹത്തിനെ സ്വാധീനിച്ച് സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്റെ ജോലി അതാണ്. ഇതിനകത്തുള്ള ഹെഡ്ലൈനൊക്കെ തന്നെ സ്കൈ ന്യൂസ്. അടിയത്തെ ഹെഡ്ലൈൻ നോക്ക്. മദ്യത്തിന് അടിമയായ പിതാവ് കഞ്ചാവിന് അടിമയായ മകനെ തലക്കടിച്ചു. മദ്യത്തിന് അടിമയായ പിതാവ് കഞ്ചാവിന് അടിമയായ മകനെ തലക്കടിച്ചു കൊന്നു. ഇപ്പൊ ഈ സിനിമ ഇറങ്ങി നോക്കി MA പഠിക്കുവാൻ പോയ വിദ്യാർത്ഥി MA അത്ര കാണിച്ചിട്ടുള്ളൂ. അതൊക്കെ പഠിച്ചിട്ടാവും. MBA പഠിക്കാൻ പോയ വിദ്യാർത്ഥി. കറക്റ്റ് ഇപ്പൊ ഈ സിനിമ ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ കറക്റ്റ്. ഇത് റിപ്പോർട്ടറിലെ അരുണ്ണെ കാണിച്ചാണ് മുട്ടയൊക്കെ അടിച്ചിട്ട്. മിക്കവാറും അതായിരിക്കും കളിയാക്കി കാണിച്ചത്. ഇത് പക്ഷെ ബ്രേക്കിംഗ് ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെയാണ്. വെർച്വൽ റിയാലിറ്റി. റിപ്പോർട്ടർ ചാനൽ ഇതാണല്ലോ, മറ്റേ ഹെലികോപ്റ്റർ ഇറങ്ങും. അടുത്ത മുയൽ ഫാമിലിയിൽ നിന്ന് നടന്ന കൊലപാതകം സീരിയൽ കില്ലിംഗ് ആണെന്ന് എക്സ് സീരിയൽ കില്ലർ. മുയൽ ഫാമിലിൽ വന്ന കൊലപാതകം സീരിയൽ കില്ലിംഗ് ആണെന്ന് എക്സ് സീരിയൽ കില്ലറായി. അപ്പൊ എല്ലാം കൊണ്ട് ഒരു നല്ല കോമഡി ആയിട്ട് നോക്കണം. അതാണ് നമ്മള് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം കറക്റ്റ് കോമഡി രൂപത്തിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം, ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. ഇത് ബസൂക്കയുടെയും എമ്പുരാന്റെ ഒക്കെ കൂടെയാണ് ഇറങ്ങണത്. ആലപ്പുഴ ചിങ്കാന ഇത് ഒക്കെ ഒരുമിച്ചാണ് നമ്മള് പറയേണ്ട പടവും. ആലപ്പുഴ ചിങ്കാന ഇപ്പൊ April 3 പ്രീപോണ്ട് ചെയ്തൊക്കെ പറയണം. ആലപ്പുഴ ചിങ്കാന അവരെ മറ്റേ അവരെല്ലാരും ഒരുമിച്ച് താമസിച്ച് അവരെ ബോഡി എല്ലാം സെറ്റാക്കി ഒരുമിച്ച് സെറ്റാക്കി അവർ അത്രയും പ്രിപ്പറേഷൻ എടുത്ത മറ്റേ ഖാലിദ് റഹ്മാന്റെ
അപ്പൊ എന്തായാലും ഒരുപാട് എന്താണ് പടങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞ. അതിന്റെ കൂടെ പുതിയൊരു പടം കൂടെ തീർച്ചയായിട്ടും ഇത് മിക്കവാറും ഒരു സൈലന്റ് ഹിറ്റ് അടിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. എന്തായാലും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല ടീസർ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ടീസർ അല്ല പ്രൊമോ ഗ്ലിംസ് എന്നൊക്കെ പറയാം. ഇതില് ഗ്ലിംസ് എന്ന സിവിക് സെൻസ് എന്നാണ് ഇത്. ഇത് നോക്കടാ ലാപ്പിൽ എഴുതിയേക്കണത് ജനനി ജനനി ശവപ്പെട്ടികൾ എന്നാണ് ലാപ്പില് ഇത് പരസ്യം അടിച്ചേക്കണത്. എല്ലാ അർത്ഥത്തിലും മൊത്തത്തില് ന്യൂസ് ചാനലിലും ഇപ്പോഴത്തെ സിറ്റുവേഷനെ കളിയാക്കുന്ന രീതിയിലാണ് പടം പോകുന്നത്. പിന്നെ ബേസിലാണല്ലോ എൻജോയ്മെന്റ് ചിരി. നോക്കാം എന്തൊക്കെയാണ് വരാൻ പോയത്. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങൾ ഇറങ്ങി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വിശേഷങ്ങളായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ മരണമാസ്.